സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ അല്ലെങ്കിൽ മൊഡ്യൂൾ 4 ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്സ് മെയിൻ പഠിച്ചവരായാലും കെമിസ്ട്രി മെയിൻ പഠിച്ചവരായാലും ഒരുപോലെ നമുക്ക് വഴങ്ങുന്ന ടോപ്പിക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്തു നിന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോളിഡ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്, ഫിസിക്സിലും പഠിക്കുന്നുണ്ട്. സോ ആ സോളിഡ് സ്റ്റേറ്റിലെ കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. സോ പ്രധാനമായിട്ടും സോളിഡ് സ്റ്റേറ്റിനകത്ത് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച്. സോ നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് മലയാളത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ മലയാളം വേർഡ്സ് നമ്മൾ പഠിച്ചേ പറ്റൂ. ഓക്കെ, സോ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് മലയാളത്തിൽ പരൽ ഘടന എന്ന് പറയാം. സോ സ്ട്രക്ചർ ഘടന. ദെൻ ക്രിസ്റ്റൽ സിമെട്രി. ഇപ്പോൾ ചിലപ്പോൾ ക്രിസ്റ്റൽ സിമെട്രി എന്ന് തന്നെ തരും, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം വേർഡായിട്ടുള്ള പരൽ സമ്മിതി എന്നാണ് പറയുന്നത്. സോ വാക്കുകൾ കേട്ടിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. സോ ക്രിസ്റ്റൽ സിമെട്രി എന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് തരുന്നത്. അതിനെ മലയാളത്തിലാക്കിയിട്ട്, അതായത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്രിസ്റ്റൽ സിമെട്രി എന്ന് മലയാളത്തിൽ എഴുതിയിട്ടും ചോദിക്കാറുണ്ട്. ദെൻ അടുത്ത ടോപ്പിക്ക് ബ്രവൈസ് ലാറ്റിസ് ആണ്. ദെൻ പാക്കിംഗ് ഫ്രാക്ഷൻ. സോ പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. സോ അതിനെ നമുക്ക് സങ്കലിത ഘടകം എന്ന് പറയാം, അല്ലെങ്കിൽ സങ്കലിത ക്ഷമത എന്നൊക്കെ പാക്കിംഗ് എഫിഷ്യൻസി പറയാറുണ്ട്. ദെൻ അടുത്തത് മില്ലർ ഇൻഡീസസ് ആണ്. അടുത്തത് ബ്രാഗ്സ് ലോ ആണ്. ബ്രാഗ് നിയമം പഠിക്കാനുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പഠിക്കാനുള്ളത് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ അതിചാലകതയെക്കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സോളിഡ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫ്രം ബേസിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂൾ ക്ലാസ്സിലുള്ള ടോപ്പിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കറിയാം, നോർമലി നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ അറൗണ്ട് ആയിട്ട് വരുന്ന മാറ്ററിനെ നമ്മൾ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സംശയം വരും, 3 രീതിയിലേ ക്ലാസിഫിക്കേഷൻ ഉള്ളോ എന്ന് ചോദിച്ചാൽ 3 രീതിയിൽ മാത്രമല്ല ക്ലാസിഫിക്കേഷൻ ഉള്ളത്, അതിൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്കൂൾ ടെക്സ്റ്റിനകത്ത് എന്താണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നിലവിൽ 8ാം ക്ലാസ്സിൽ സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ 3 അവസ്ഥകളുണ്ട് എന്നും, അതായത് നമുക്ക് ഭൂമിയിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഈ 3 അവസ്ഥകളാണ്. ഇനി നമുക്കറിയാം 4മതൊരു അവസ്ഥയുണ്ട്. 4മത്തെ അവസ്ഥ നമുക്ക് കോമൺ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പ്ലാസ്മ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരു സംശയം വരും, പ്ലാസ്മ സ്റ്റേറ്റ് അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ തീ എന്നൊക്കെ പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റിനുള്ള ഒരു എക്സാമ്പിളാണ്. പിന്നെ ഈ നമ്മൾ ഇടിമിന്നലിൻ്റെ സമയത്തുള്ള ആ മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു അയോണിക് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് ഭാഗത്തും, അതായത് പ്രപഞ്ചത്തിൽ മെജോറിറ്റിയും വരുന്നത് ഈ ഒരു പ്ലാസ്മ സ്റ്റേറ്റിലാണ് മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്ലാസ്മ സ്റ്റേറ്റ് മാത്രമാണോ ഉള്ളത്? അല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഖരം, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ സോളിഡ് എന്ന് പറയുന്നു. ദെൻ ദ്രാവകമുണ്ട്, ഇംഗ്ലീഷിൽ എന്താണ്, ലിക്വിഡ് എന്നാണ് പറയുന്നത്. അടുത്തത് വാതകമുണ്ട്, അതിന് ഗ്യാസ്. സോ വേർഡ്സ് അറിഞ്ഞുകൂടാത്തവർ കൂടെ ആ ഇംഗ്ലീഷ് വേർഡും കൂടെ നോട്ട് ചെയ്ത് പോവുകയാണ് വേണ്ടത്. സോ എന്തൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവയാണ് ഈ പറയുന്ന 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 3 സ്റ്റേറ്റിനും എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളതാണ്. സോ ഈ 3 സ്റ്റേറ്റിൻ്റെയും പ്രത്യേകതകൾ ആണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ അതിനകത്ത് ഈ പറയുന്ന ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ദ്രവങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്നുള്ളത്. ഓക്കെ, സോ ദ്രാവകങ്ങളെയും വാതകങ്ങളെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ദ്രവങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. സോ ആ വേർഡ് തന്നെയുണ്ട്. ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ചെയ്യാൻ കഴിവുള്ളവയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ആ വേർഡാണ് ദ്രവങ്ങൾ. അപ്പോൾ ദ്രാവകവും ദ്രവവും തമ്മിൽ മാറിപ്പോവരുത്. ദ്രാവകം എന്ന് പറയുമ്പോൾ അത് ലിക്വിഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ദ്രവം എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താണ്? ദ്രവം എന്ന് പറയുന്നത് ഫ്ലൂയിഡാണ്. ഓക്കെ, സോ ദ്രവം എന്ന് പറയുന്നത് ഫ്ലൂയിഡാണ്. ദ്രാവകം എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് നമുക്കറിയാം, ദാറ്റ് ഇസ് ലിക്വിഡ്.
ലിക്വിഡിനെയാണ് ദ്രാവകം എന്ന് പറയുന്നത്, ദ്രവം എന്ന് പറയുന്നത് ഫ്ലൂയിഡാണ്. ഓക്കെ, ഇനി ഇവയുടെ പ്രത്യേകത, ഈ ദ്രവങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് പേരുണ്ട്, ദ്രാവകവും വരും വാതകവും വരും. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവയിലുള്ള തന്മാത്രകൾക്ക് സ്വതന്ത്രമായി ചലിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്തൊരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ ഫില്ല് ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യൻസ് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ടതേത് അല്ലെങ്കിൽ ബന്ധപ്പെടാത്തതേത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സോ ദ്രാവകങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവയുടെ തന്മാത്രകൾക്ക് സ്വതന്ത്രമായി ചലിക്കാൻ സാധിക്കും. അവ നമ്മൾ ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് വെസലിലാണോ എടുക്കുന്നത് ആ വെസലിൻ്റെ ഷേപ്പ് അതിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഒരു കൃത്യമായ ഒരു ആകൃതി ഇല്ലാത്ത ആൾക്കാരാണ്. ഇനി കണികകളുടെ ആകർഷണ ബലം എന്ന് പറയുമ്പോൾ എന്തിനാണ്? കുറച്ച് ഒരുപാട് ആകർഷണം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അതാണ് ദ്രാവകങ്ങളുടെ അവസ്ഥ, ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇനി വാതകങ്ങളാകുമ്പോൾ നമുക്ക് അറിയാം, വാതകങ്ങളിൽ തന്മാത്രകൾ വളരെയധികം ഫ്രീ ആണ്, വളരെയധികം സ്വതന്ത്രമാണ്. അവ തമ്മിൽ ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് അതുകൊണ്ട് തന്നെ തന്മാത്രകൾ എങ്ങനെയായിരിക്കും? വളരെ വളരെ അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് ഏതിലെടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ ഒരു വെസലിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. പക്ഷേ ദ്രാവകങ്ങളുടെ കേസിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിറ്റ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ഉണ്ട്. പക്ഷേ വാതകങ്ങൾ പറയുമ്പോഴത്തേക്കും ഒരു ഡെഫിനിറ്റ് വോളിയം ഇല്ല. ഏത് വെസലിലാണോ എടുക്കുന്നത് ആ വെസലിൻ്റെ വോളിയമായിട്ട് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയും സ്പീഡിൽ പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് 8ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ്. ആ ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മുടെ സിലബസിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഖരത്തെക്കുറിച്ചാണ്. ഖരം അല്ലെങ്കിൽ എന്താണ്? സോളിഡ്സ് ആണ്. ഇതിനകത്തെ ഘടകങ്ങളുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് സ്ഥിരമായൊരു സ്ഥാനമുണ്ട്. നമ്മൾ ഏതൊരു ഖരം എടുത്താലും ഏതൊരു ഖരവസ്തു എടുത്താലും നമുക്കറിയാം നല്ല എന്താണ്, വളരെ കട്ടിയുള്ളൊരു സംഭവമായിരിക്കും. അതിനെന്താണ്? അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളിനും ഓരോ കണികയ്ക്കും സ്ഥിരമായൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അതിന് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. സോ ഈ വേർഡ് കണ്ടല്ലോ, കമ്പനം. കമ്പനം എന്ന് പറയുന്നത് വൈബ്രേഷൻ ആണ്. ഓക്കെ, ഇംഗ്ലീഷ് വേർഡ് വൈബ്രേഷന് പകരമുള്ള മലയാളം വേർഡാണ് കമ്പനം. സോ കമ്പനം ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഖരവസ്തുക്കൾ എന്താണ്? ദൃഢമാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 3 പ്രധാനപ്പെട്ട ആൾക്കാർ: ഖരം, സോളിഡ്, ദ്രാവകം ലിക്വിഡ്, ഗ്യാസ് വാതകം. നമ്മൾ പറഞ്ഞു 4ാമത്തെ സ്റ്റേറ്റ് പ്ലാസ്മയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സംശയം വരുന്നത് ഇനിയും സ്റ്റേറ്റ്സ് ഉണ്ടോ? ഇനിയും സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ എന്താണ് പറയുന്നത്? പ്ലാസ്മ കഴിഞ്ഞിട്ട് നമ്മൾ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പറയും, ഫെർമിയോണിക് കണ്ടൻസേറ്റ് പറയും, ജാൻ ടെല്ലർ മെറ്റൽ, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്സ് പിന്നെയും കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രലോകം. സോ നമുക്ക് എന്തായാലും നിലവിൽ ഇത്രയും വരെ പഠിച്ചാൽ മതി. ഇനി നമുക്ക് മെയിനായിട്ട്, കാര്യം നമ്മളുടെ പാഠത്തിൻ്റെ പേരെന്താണ്? സോളിഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ സോളിഡ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഖരവസ്തുക്കളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഖരവസ്തുക്കളുടെ സവിശേഷ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നമുക്കറിയാം, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും പരീക്ഷയ്ക്ക്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്, ഇതിൽ ഖരവസ്തുവുമായിട്ട് അല്ലെങ്കിൽ ഖരാവസ്ഥയുമായി ബന്ധമില്ലാത്തത് ഏതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റെ സവിശേഷ ഗുണങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, സോ നമ്മുടെ ഖരാവസ്ഥയുടെ സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിന് നിശ്ചിതമായ മാസും വ്യാപ്തവും ആകൃതിയും ഉണ്ട്. സോ ഖരാവസ്ഥയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് നിശ്ചിതമായ മാസ് ഉണ്ട്. അപ്പോൾ മാസ് എപ്പോഴും നിശ്ചിതമാണ്, അല്ലെങ്കിൽ അത് ഡെഫിനിറ്റ് മാസ് ആയിരിക്കും. വ്യാപ്തം എന്താണ്? വോളിയം ഡെഫിനിറ്റ് ആണ്. ആകൃതി മീൻസ് ഷേപ്പ് ഡെഫിനിറ്റ് ആണ്. സോ ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. അടുത്തത് തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവാണ്. തന്മാത്രകൾ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മോളിക്യൂൾസ്. സോ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള അകലം കുറവാണ്. അതായത് മോളിക്യൂൾസ് വളരെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, എന്താണ്? സോളിഡ്സിൽ മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ക്ഡ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ക്ലോസ്ലി പാക്ക്ഡ് എന്ന് പറയുമ്പോൾ അവരുടെ തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവാണ്. ആ ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വളരെ കുറവാണ്, വളരെ ലെസ് ആണ്. അടുത്തത് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതായത് തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറയുന്നതിനനുസരിച്ച് അവർ അടുത്തടുത്ത് വരും. അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ അവർ തമ്മിൽ എന്തായിരിക്കും കാരണം? ആകർഷണ ബലം കൂടുതലായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. അതായത് ക്ലാസ്സിൽ സാറ് ഫ്രണ്ടിൽ നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ സാറിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതായത് സാറിൻ്റെ ആകർഷണ വലയത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സാറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുട്ടികളായിരിക്കും സാറിൻ്റെ ആകർഷണ വലയത്തിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഒരുവിധം
നല്ല മര്യാദക്കാരായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷേ ബാക്കിലോട്ട് പോകുന്നതനുസരിച്ച് നമ്മളെപ്പോഴും എന്താണ് കുറച്ചുകൂടെ എന്താണ് കുട്ടികളുടെ റാൻഡം മൂവ്മെൻറ്റും അവർ ഒരു കുറച്ചുകൂടെ എന്തായിരിക്കും അവർ സ്ഥിര സ്ഥാനത്തിരിക്കുന്നതിൽ നിന്നും കുറച്ച് മാറിയായിരിക്കും ഇരിക്കുന്നത്. അതായത് അവിടെ ആകർഷണ ബലത്തിൽ കുറവ് സംഭവിക്കുന്നു. അതായത് അവർ തമ്മിലുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലം കുറയുന്നു. അകലം കുറവാണെങ്കിൽ ആകർഷണ ബലം കൂടുതലായിരിക്കും. അത് ജസ്റ്റ് ഒരു കോമൺ സിറ്റുവേഷൻ വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അവയുടെ ഘടകകണികകൾക്ക് നിശ്ചിത സ്ഥാനമുണ്ടാവുകയും അവയ്ക്ക് യഥാസ്ഥാനത്തെ ആസ്പദമാക്കി കമ്പനം ചെയ്യാൻ മാത്രം സാധിക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവയ്ക്ക് അവരിയ്ക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി അവ സങ്കോചിപ്പിക്കാൻ സാധ്യമല്ലാത്തവയും ദൃഢതയുള്ളവയുമാണ്, അല്ലേ? അതായത് നമുക്കിപ്പോൾ അതിനെ കംപ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മുടെ ഒരു സോളിഡിനെ എടുത്തിട്ട് നമുക്ക് നോർമൽ രീതിയിൽ അതിനെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ കല്ലെന്നൊക്കെ ഒരു കല്ല്, ആ ഒരു കല്ലെന്ന് പറയുന്ന ഒരു സോളിഡ് വസ്തുവാണ്. ആ കല്ലിനെ സംബന്ധിച്ച് അതിൻ്റെ ഷേപ്പ് ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, നോർമൽ രീതിയിൽ ചിന്തിക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നില്ല. അതൊരു ദൃഢതയുള്ള ഒരു വസ്തുവാണ്. എപ്പോഴും അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പാണ്. ഓക്കെ, ഇപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഖരാവസ്ഥയുമായി ബന്ധമില്ലാത്തത് ഏത്? അവയ്ക്ക് ദൃഢതയുണ്ട്. ഇനി ആകർഷണ ബലം, അവരുടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ്, കുറവാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏതാണോ നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പോയിന്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. സോ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് മാക്സിമം ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.